ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം രാവിലെ തന്നെ എൻ്റെ അടുക്കളയിലെ പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ചോറ് വെന്തു. അപ്പം ഞാൻ ഈ പാവയ്ക്ക നമുക്ക് ഒട്ടും കയ്പില്ലാതെ എടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ മഞ്ഞളും അതുപോലെ നമ്മുടെ ഉപ്പും കൂടി ഇട്ടിട്ട് ചെറിയ പീസാക്കി ഇടും. അത് കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിഞ്ഞാണ് ഞാനതെടുത്ത് അരിഞ്ഞ്, അന്നേരം നമുക്ക് ഒട്ടുമേ കയ്പ്പ് പാവയ്ക്കയാണെന്ന് പോലും തോന്നില്ല. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പുട്ടും അതുപോലെ പഴവുമായിരുന്നു. അപ്പം ഞാൻ പുട്ട് ആദ്യമേ നനച്ച് വെച്ചപ്പം പുട്ട് ചൂടോടുകൂടി തന്നെയാണ് അവർ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് കുക്കറിൽ നമ്മുടെ ചിരട്ടപ്പൂട്ടിൻ്റെ ഇതിനകത്താണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ അത് നനച്ച് മാറ്റി വെച്ചു. അപ്പോഴത്തേന് നമ്മുടെ മെഴുക്കുവട്ടിയും ചോറും റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോവയ്ക്ക മെഴുക്കുവട്ടിയും കൂടെ ഉണ്ടാക്കണം, കാരണം അക്കു പാവയ്ക്ക മെഴുക്കുവട്ടി കൂട്ടില്ല. അപ്പോൾ അതിന് കോവയ്ക്ക മെഴുക്കുവട്ടി മതിയെന്ന് പറഞ്ഞു. പിന്നെ എളുപ്പം കോവയ്ക്കായി കഴിഞ്ഞ് കോവയ്ക്ക മെഴുക്കുവട്ടി മുട്ട പൊരിച്ചതും റെഡിയാക്കണമായിരുന്നു. ആ സമയം കൊണ്ട് അവർ രണ്ടുപേരും കുളിച്ച് റെഡിയായിട്ടുണ്ടായിരുന്നു. അപ്പം മിലന് കോളേജിൽ പോകേണ്ട, കാരണം യൂണിവേഴ്സിറ്റി പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ അവന് സ്റ്റഡി ലീവാണ്. അപ്പം അക്കുന് മാത്രം പോയാൽ മതി. അക്കുന് 7 മണിയാകുമ്പോഴത്തേന് പോകണം. അപ്പോൾ അതുപോലെ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മച്ചി മരിച്ചു പോയിട്ട് അവിടെ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് പോകണമായിരുന്നു. മോർച്ചറി കാണാൻ ചെന്ന ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ രണ്ടും കൂടെ മോർച്ചറി വരെ പോയായിരുന്നു. അപ്പോഴത്തേക്കിന് അവർ ഡെഡ് ബോഡി എടുത്ത് പോയായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ തിരിച്ച് ഇങ്ങ് പോന്നു. പിന്നെ എളുപ്പം എല്ലാ ജോലികളും ചടപടേന്ന് തീർത്തു, കാരണം എനിക്ക് ഡ്യൂട്ടിക്കും കയറേണ്ടതാണ്. 8 മണിയായപ്പോൾ തന്നെ എൻ്റെ ജോലിയെല്ലാം ഒതുക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ അവരുടെ വീട് വരെ പോയി. അപ്പം വീട് നമുക്ക് ഇവിടുന്ന് 3/4 മണിക്കൂറത്തെ ദൂരമുണ്ട്. എനിക്ക് 9 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് കയറുകയും വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കണ്ട്. ഏതായാലും സമയത്ത് തന്നെ രാവിലെ തിരക്കൊക്കെയുള്ള സമയമാണ്, നമുക്കറിയാമല്ലോ, സ്കൂൾ കുഞ്ഞുങ്ങൾ പോകുന്നതും വരുന്നതും സ്കൂൾ ബസ്സിൻ്റെയൊക്കെ. പക്ഷേങ്കിൽ എളുപ്പം തന്നെ നമുക്ക് അവിടെ ചെന്ന് തിരിച്ച് 9 മണിയായപ്പോൾ തന്നെ ഡ്യൂട്ടിക്ക് കയറാനായിട്ട് പറ്റി. അപ്പം മിലൻ്റെ വണ്ടിയുണ്ട്, ഞങ്ങളുടെ പരുമലപ്പള്ളിയുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ജോലിക്ക് കയറുമ്പോഴത്തേക്കിന് അവനെ തിരിച്ച് വണ്ടിയെടുത്ത് അവൻ അതിലിങ്ങി പോരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ പിന്നെ നമ്മൾ ഉദ്ദേശിച്ചത്രയും തിരക്കൊന്നുമില്ലായിരുന്നു. 9 മണിയായപ്പോൾ തന്നെ ഡ്യൂട്ടിക്ക് വന്നത്. എൻ്റെ കടകളൊന്നും പോയിട്ടില്ല. നമ്മളിപ്പം പരുമലപ്പള്ളിയകത്ത് ഞാനിവിടെ ആണെങ്കിൽ ജോലി ചെയ്യുന്നത്. എൻ്റെ കടകളൊക്കെ ഏറെക്കുറവ് അഴിക്കാൻ തുടങ്ങി. ചില കടകളുണ്ട്, റോഡ് സൈഡിലുണ്ടായിരുന്ന കടകളെല്ലാം പോയി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി തുടങ്ങി. അപ്പം പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യത്തെപ്പറ്റി ഓർത്തില്ലായിരുന്നു. ഇന്ന് ഞാൻ തന്നെ ഉള്ളായിരുന്നു. അങ്ങനെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയ ശേഷമാണ് പിന്നെ വീഡിയോ പിടിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ നമുക്ക് സൂപ്പർ മാർക്കറ്റ് വരെ പോകണം, ഇച്ചിരി സാധനമൊക്കെ മേടിക്കണം. അവിടെ പോയിട്ട് സാധനമെല്ലാം മേടിച്ചുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അവിടെ നിന്ന് നേരെ നമ്മൾ സ്ഥിരം പച്ചക്കറി മേടിക്കുന്ന കടയിലേക്കാണ് വന്നത്. അപ്പം അവിടെ വന്നപ്പോൾ മാങ്ങ എനിക്കാണെങ്കിൽ 60 രൂപ കിലോയിൽ അവർ തന്നു. അവിടെ നിന്ന് പിന്നെ ബേക്കറിയിലേക്ക് പോയി, കാരണം ഇന്നലെ ഇച്ചിരി അലുവ മേടിച്ച് അക്കൂന് കിട്ടിയില്ലെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ബഹളമായിരുന്നു. അപ്പോൾ ഇച്ചിരി അലുവയൊക്കെ മേടിക്കാമെന്നുകൊണ്ട് ബേക്കറി കയറി. പിന്നെ അവിടുന്ന് മൂറിൽ ചെന്ന് പാലക്കച്ചേരിക്കാണ് ചെന്നത്. പക്ഷേ അവിടുന്ന് അത് കിട്ടിയില്ലായിരുന്നു. ഞാനും എല്ലാം മേടിച്ച് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പം നമുക്ക് നേരത്തെയാണല്ലോ ഇരുട്ടുന്നത്. ഇപ്പോൾ 6 മണിയായിട്ടേ ഉള്ളൂ. അപ്പം മിലന്നുണ്ട്, പള്ളിയിലൊക്കെ പോയിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പം നമ്മൾ ഓൺലൈനായിട്ട് ഒരു ജ്യൂസർ ചെറിയ 99 രൂപയുടെ ഒരു ജ്യൂസും ഇങ്ങനെ കൈ കൊണ്ട് നമ്മൾ പിഴിയുന്നതാണ്. അതപ്പം അൺബോക്സ് ചെയ്യുകയാണേ. അപ്പം നമുക്ക് ഇതേണ്ട അപ്പോൾ അത് അൺബോക്സ് ചെയ്തപ്പോൾ ഓറഞ്ച് ഇരിപ്പുണ്ടായിരുന്നു, 2 ഓറഞ്ച് ഉണ്ടായിരുന്നു. അപ്പം നമ്മളതിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ അതാണ് നന്നായിട്ട് ജ്യൂസ്, അതിൽ വേസ്റ്റ് ഒന്നുമില്ല, വേസ്റ്റ് വേറെ സെപ്പറേറ്റ് അത് തന്നെ കിടക്കും. അപ്പം നമുക്ക് ആ ജ്യൂസർ കുഴപ്പമില്ലായിരുന്നു 99 രൂപയ്ക്ക്. പിന്നെ മേടിച്ചുകൊണ്ട് വന്ന നമ്മുടെ സാധനങ്ങളെല്ലാം പിന്നെ ഫ്രിഡ്ജിലും ഒക്കെ എടുത്ത് വെക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കേരമീനാണ് കിട്ടിയത്. അപ്പം പകുതിയേ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ വെളുത്തുള്ളി അതുപോലെ മാങ്ങ, ക്യാരറ്റ് ഇതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം അപ്പോൾ സെപ്പറേറ്റ് ഡിഷ് എല്ലാം വെച്ച്. അപ്പം നമുക്ക് മാങ്ങയും കിട്ടിയായിരുന്നു, 60 രൂപ കിലോയ്ക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ 1 കിലോ മാങ്ങ മേടിച്ചായിരുന്നു. ഞാൻ പിന്നെ അന്നേരം രാവിലെ അരി ഉഴുന്നും എടുത്ത് വെച്ചിട്ടായിരുന്നു പോയത്. അതപ്പം മിലന് ഉച്ചയായപ്പോഴത്തേന് വെള്ളത്തിലിട്ടായിരുന്നു. അപ്പോൾ അത് അരച്ചെടുക്കണം. പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചു, ഇതെല്ലാം വെച്ച് മീൻകറി എല്ലാം റെഡിയാക്കണമായിരുന്നു. അപ്പം മീൻ വലിയ കഷ്ണമായിട്ടാണ് നമുക്ക് കിട്ടിയത്. അത് പിന്നെ ചെറിയ പീസാക്കി പകുതി എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് പകുതി വേവിക്കാനും പകുതി നാളെ സ്കൂളിലേക്ക് അവന് വറുത്ത് കൊടുത്തു വിടാനായിട്ടെല്ലാം മസാലകളും ഒക്കെ പുരട്ടി വെച്ചു. അതെല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്കിന് രണ്ടുപേരും ചായ കുടിയെല്ലാം കഴിഞ്ഞ് പഠിക്കാനായിട്ടിരുന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേന് ഞാൻ എൻ്റെ ജോലി, അവർ രണ്ടുപേരും പഠിക്കുമ്പോഴത്തേന് ഞാൻ എൻ്റെ ജോലികളെല്ലാം ഒതുക്കി കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഞങ്ങൾ പിന്നെ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ നമ്മൾ കഴിപ്പും എല്ലാം കഴിഞ്ഞ് അങ്ങനെയാണ് ഞങ്ങളുടെ വൈകുന്നേരങ്ങളിലെ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഞാൻ ജോലിക്കുള്ള ദിവസമാണെങ്കിൽ ഇതുപോലെ വൈകിട്ട് വന്നു കഴിയുമ്പോൾ അവരവരുടെ കാര്യങ്ങൾ ചെയ്യും. എനിക്ക് പിറ്റേന്ന് പോകാനുള്ളത്, അവരെ സ്കൂളിൽ വിടാനുള്ളതെല്ലാം അടുപ്പിച്ച് വെക്കും.
അപ്പോൾ തന്നെ നമ്മുടെ മീനെല്ലാം കഷ്ണങ്ങളാക്കി ചെറുതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് എടുക്കുന്നതിന് ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ട് പകുതി ഫ്രിഡ്ജിലെടുത്ത് വെക്കാവുന്നതുകൊണ്ടാണ്. അപ്പോഴത്തേക്കിന് ഞാൻ അവർക്ക് പിന്നെ കൈയെല്ലാം കഴുകി ചായയും കൊടുത്തായിരുന്നു. അപ്പം ഞാൻ ബേക്കറിയിൽ നിന്ന് സീക്നി അതുപോലെ അലുവയും നമ്മുടെ കുക്കീസും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. അതിന് ശേഷം ഞാൻ എൻ്റെ മീൻ വേവിക്കാൻ വെച്ചു. പിന്നെ ഞാൻ ഓർത്ത് കുളിക്കുന്നതിന് മുമ്പേ എന്നാൽ മാങ്ങയും കൂടെ അരിഞ്ഞ് ഉപ്പും നമ്മുടെ മഞ്ഞൾ പൊടിയും കൂടെ പുരട്ടി വെക്കാവുന്നതുണ്ട്. അച്ചാർ ഇന്നിടുന്നില്ല. കുളിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ നാളത്തേക്കുള്ള ചോറ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാനായിട്ട് ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി. അതുപോലെ മാങ്ങയെല്ലാം അരിഞ്ഞ് മഞ്ഞളും ഉപ്പും പുരട്ടി തണ്ട് വെച്ചായിരുന്നു. ഇനി ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഇന്ന് അച്ചാർ ഇടുന്നില്ല, നാളെ ഇടുന്നുള്ളൂ. നമ്മുടെ നാളത്തേക്കുള്ള ചോറ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. മീൻകറി നമ്മുടെ മീൻകറിയും റെഡിയായി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളായിരുന്നു. നിങ്ങൾക്കപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.